നീ എനിക്ക് വേണ്ടി പോകുമോ? കർത്താവ് കുരിശിനെ കിടന്നുകൊണ്ട് ചോദിക്കുക, നീ എനിക്ക് വേണ്ടി പോവോ? ഞാൻ പറഞ്ഞു, കർത്താവ് എല്ലാം വായിക്കാൻ ഞാൻ കരച്ചല. ഇങ്ങനെ സംസാരിക്കുക, യേശുമായിട്ട് സംസാരിക്കുക. ആരാധന സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ ചിലപ്പോൾ ഒരാൾക്കാരൊക്കെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, പക്ഷെ എനിക്കിതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഞാനും ദൈവം തമ്മില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയിച്ചില്ല, തമിഴ് അറിഞ്ഞുകൂടാ, മലയാളം അറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ കൂടെ വരും, നീ എന്റെ മകനാ. പറഞ്ഞ ഹല്ലേലൂയാ. സച്ചിയോടെ പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആ സമയം ഞാൻ കിടക്കാൻ പോയി. കാരണം ദേവാലയത്തിനകത്ത് കർത്താവ് വിളിക്കുന്നുണ്ട്, നീ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. പള്ളികൾ പൂട്ടി, ധ്യാനകേന്ദ്രം പൂട്ടി, വെളിയിലേക്ക് ഇറക്കി വിട്ടു. കഞ്ഞി കുടിക്കാൻ പോകാൻ പറഞ്ഞു. കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല, കഞ്ഞിക്കാലൊക്കെ വിറയ്ക്കലും. ഇങ്ങനെ എന്തോ കണ്ണീരൊക്കെ കഞ്ഞിക്കാലത്ത് വീണുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഭാര്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇവിടെ എന്തോ സംഭവിച്ചു, ഇവിടെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രതലം വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ജീവിത പങ്കാളി പറഞ്ഞു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണ്. പറഞ്ഞ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെ കിടക്കാൻ പോയി. കിടക്കാൻ പോകുമ്പോൾ ഒരു വീഡിയോ, ഇത് ഇതിലേക്ക് കാണാൻ പറ്റും. വെളിപാട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ 20-ാം അധ്യായത്തിൽ എന്താണ് സാത്താൻ ബന്ധിക്കുന്നത് ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെട്ടു. മനസ്സിലായോ? ജീവന്റെ ഗ്രന്ഥത്തിലെ പേരെഴുതപ്പെട്ടവരൊക്കെ സ്വർഗത്തിലേക്ക് പോകും. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. ഇത് നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പറഞ്ഞ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞ ഹല്ലേലൂയാ. ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറുണ്ട്. ഇവിടെ മാത്രമല്ല, കമ്പ്യൂട്ടർ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ. സ്വർഗത്തിൽ നമുക്ക് അഡ്രസ് ഉണ്ട്. നിന്റെ പേര് സ്വർഗത്തിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി അഡ്രസ് ഉള്ളവനാ. ക്രിസ്ത്യാനിക്ക് സ്വർഗമുള്ള അഡ്രസ് ഉള്ളതാ. തണവാന്റെ പേരില്ല, അഡ്രസ് ഇല്ല. നാസറിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സമ്പത്ത് ഇതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഇതുകൊണ്ട് കൊണ്ടുപോകത്തില്ല. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് സന്ദർശിക്കുക. അപ്പൊ ഞാൻ കാണുമ്പോൾ ഒരു കർത്താവ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മേലങ്കി, അതായത് വെള്ള ഇത് ധരിച്ച് ഒരു ചുമല ഇട്ടിട്ടുണ്ട്. യേശു ഇവിടെ നിൽക്കുന്ന ഒരു അച്ഛന്മാർ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഒരു ചെലിയാണ്. ആ ചെലിക്കകത്ത് ഞാനും പിശാചും യേശും. ഇപ്പം ഞാൻ പാപം ചെയ്ത സ്ഥലങ്ങളെല്ലാം അങ്ങനെ വീഡിയോയുടെ പോലെ ഇങ്ങനെ കാണുക. രാത്രി 3 മണിയായി. എൻ്റെ അടുത്ത് കിടക്കുന്ന ചേട്ടന്മാരൊക്കെ ഉറങ്ങുന്നുണ്ട്. ഒരു ചേട്ടൻ ഇറങ്ങി എന്നെ നോക്കിയിട്ട് ഇയാൾ ഇച്ചിരി വരെ കരഞ്ഞുകൊണ്ടിരിക്കും. കിടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. നമ്മൾ പോയി കിടന്ന വേദന എനിക്കേ അറിയത്തുള്ളൂ. ഈശോനെ കണ്ടിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ് പാപം ചെയ്യുന്ന സ്ഥലം. പിശാച് പറയാ, ഇവൻ എന്റെയാണ്. യേശു പറയാ, ഇവൻ എന്റെ മകനാ. ഞാൻ ഇവിടെ വിലയ്ക്ക് വാങ്ങി, എന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്നു. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ എന്നോട് പറയാണോ, എന്തോ ഒരാൾ പറയുന്ന പോലെ പറയാണോ? പരിശുദ്ധാത്മാവായിരിക്കും. പരിശുദ്ധാത്മാവിലെ അങ്ങനെ പറയത്തുള്ളൂ. നീ താഴേക്ക് പോവുക. അപ്പൊ താഴേക്ക് എന്താണ്? താഴേക്ക് അവിടെ ദിവ്യകാരൻ ആരാധന വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ സാപ്പിളിലെ ഓടി അപ്പോൾ ഈ ജോസ് സാറിന് പറഞ്ഞ ഈ സാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കെന്തോ പേടിയാണ്, എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിന്റെ മകനായി മാറി. പറഞ്ഞ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ബൈബിള് ഞാൻ കയ്യിലെടുത്തതാ. 2011 ഞാൻ മാനസാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിള് ഞാൻ ഓടിപ്പോയി വാങ്ങിച്ചത് ജീവന്റെ വചനം. ഈ ബൈബിള് കയ്യിലെടുക്കാൻ തുടങ്ങി. ഈ ബൈബിൾ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഈ ബൈബിളെ കെട്ടിപ്പിടിച്ചേണ്ട ഭാര്യ കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സമാധാനം തകർത്താവ് എന്തിനാ ഞങ്ങൾ കൊണ്ടുകാണ്? മാതാവിനോട് പോയി പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ജീവിതം വേണ്ട, ഞങ്ങളോട് കൊണ്ടുതരാമോന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിള് എന്റെ ജീവിത പങ്കാളി പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണപ്രാസം വാങ്ങി എന്റെ കാലുകൊണ്ട് തൊളിച്ചിട്ട് പോയതാ. നീ ഇരുമ്പാനില്ലാണോ തൊളിക്കുന്നത്? പിന്നെ ഞാൻ ബൈബിള് കയ്യിലെടുത്ത് കർത്താവിന് വേണ്ടി പോകണം, കർത്താവിന് വേണ്ടി പോകണം, ഈ ലോകത്തിന് വേണ്ടി പോകരുത്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്ന പോലെ ഇനിയും ജീവിക്കുന്നവർ തനക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ആർക്ക് വേണ്ടിയാണ്? ഉയർത്തും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതാണ്.
അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഭയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ജീവിക്കണം. 1 ദശലോനിക്കർ 5:10 അവിടെ ഇതാണ് പറയുന്നത്. 1 ദശലോനിക്കർ 5:10 എടുത്ത് വായിച്ചേ. ഉറക്കത്തിലെയും ഉണർവിലെയും നാം അവനോട് വെച്ച് ജീവിക്കേണ്ടതാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തില് ഉറക്കത്തിലും ഉണർവിലും അവനോട് വെച്ച് നമ്മൾ ജീവിക്കണം. ഇതാ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കത്തോലിക്കൻ. യേശുവിന്റെ മകൻ ആരോടൊപ്പം ജീവിക്കണം? ആരോടൊപ്പം ജീവിക്കണം? യേശുവിനോടൊപ്പം ജീവിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനോടൊപ്പം ജീവിക്കണം. നമ്മൾ ദൈവത്തെ നമ്മൾ കൂട്ടുപിടിച്ച് നടക്കണം. ദൈവത്തെ കൂടി. ഇനി ഏലിയാ പ്രവാചകൻ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഏലിയാ പ്രവാചകൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളാ. ഏലിയാ പ്രവാചകനെ ഏലിയാസോട് നിന്നെക്കാട്ടിൽ എനിക്ക് ഇരുട്ട് അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആളാ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം അവർ വാക്കിങ് പോയാ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകും. നമ്മൾ രാവിലേക്ക് നിങ്ങൾ നടക്കാൻ പോയിട്ടുണ്ടോ? റോട്ടിലേക്ക് ഇങ്ങനെ നടക്കാൻ പോകുമല്ലോ. അങ്ങനെയൊന്നും പോയിട്ടില്ല. രാവിലെ 5 മണിക്ക് നിർത്തി ഇങ്ങനെ നടക്കാൻ പോകും. ഇങ്ങനെ ഏലിയാ പ്രവാചകൻ കർത്താവ് ഒരു ദിവസം നടക്കാൻ പോയി. അപ്പൊ ഇങ്ങനെ വർത്താനം പറയാം. ഇങ്ങനെ കടൽത്തീരത്തിലെ ഈ 10 വർഷത്തിൽ കൂടെ നടന്നത് അറിയാം. നീ 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ക്ഷമയാണ് ഇവിടെക്കാൾ കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നടക്കുവാകും. അപ്പൊ ഇങ്ങനെ ഏലിയാ പ്രവാചകനെ നടന്നു പോവുക. അപ്പൊ കർത്താവുമായിട്ട് ഇങ്ങനെ തോളിലെ കൈയിട്ട് നടക്കുമ്പോൾ ബന്ധമുള്ള വ്യക്തിക്ക് തീയിറക്കാൻ പറ്റത്തുള്ളൂ ആകാശത്തിൽ നിന്ന്. ഏലിയാ പ്രാർത്ഥിച്ചപ്പോ മഴ പെയ്തു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരുന്നത് അനുഗ്രഹം വർദ്ധിക്കാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥന ഉള്ള വ്യക്തിക്ക് കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇതേ നടന്നു പോവുകയാണ്. സംസാരിച്ച് പോയി കുറെ ദൂരമായി. വാക്കിങ് പോയതാ. അങ്ങനെ പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെടാ എൻ്റെ വീട് വന്നു. എന്താണ്? എൻ്റെ വീട് വന്നു. അപ്പം ഞാൻ പോവാ. അപ്പം നീ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പം ഏലിയാ പ്രവാചകൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവെ, ഇനി നമ്മൾ രണ്ടുപേരും കുറേ ദൂരം നടന്നു വന്നു. ഇനി ഞാൻ പോകണമെങ്കിൽ എൻ്റെ വീട് ഒത്തിരി ദൂരം പെരിച്ചു പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ നിന്റെ കൂടെ വരാം. അങ്ങനെ എന്താണ്? ഉടലോട് സ്വർഗത്തിലേക്ക് ഏലിയ എടുക്കപ്പെട്ടു. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവുമായിട്ട് ഒരു ബന്ധം വേണം. യേശുവായിട്ട് ഒരു ബന്ധം വേണം. അവനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണം. ജപമാല, ഞാൻ എപ്പോഴും ജപമാല ഇങ്ങനെ കയ്യിൽ പിടിച്ചേ കിടക്കത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റോണ്ട് മൊബൈൽ ഫോണല്ല നോക്കുന്നത്. മനസ്സിലായ? ജപമാല കട്ടിലിരുന്ന് നോക്കും. എവിടെയെങ്കിലും കിടക്കാം, ആ സൈഡിൽ കിടക്കും. ജപമാല ചൊല്ലിക്കൊണ്ട് കിടക്കുമ്പോൾ ഉറങ്ങും. എൻ്റെ ചിന്തയിൽ അങ്ങനെയാണ്. ജപമാല പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കും. ഞാൻ രാവിലെ ബ്രദറിൻ്റെ വീട്ടിൽ കിടന്നപ്പോൾ ജപമാല ചൊല്ലി അങ്ങനെ ഉറങ്ങിപ്പോയി. എന്തായാലും 1 മണിയായി. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് 4 മണിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പെട്ടെന്ന് നോക്കി ജപമാല എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് മൊബൈൽ ഫോൺ സമയം നോക്കാൻ എടുക്കുന്നത്. നമ്മളിൽ ചില മേഖലയിലേക്ക് കുറച്ച് പേര് ഇങ്ങനെയുള്ള മൊബൈൽ ഫോണ് ഈ ഏതെങ്കിലും മേഖലയുള്ള ശുശ്രൂഷന്റെ കയ്യിൽ ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അല്ലേ? ഇവിടെ കർത്താവ് പറഞ്ഞതാണ് സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് 8-ാം അധ്യായത്തിലെ രഹസ്യ പാപങ്ങൾ പോലും എന്താണ്? കർത്താവിന്റെ മുമ്പിലെ വെളിപ്പോട് രഹസ്യ പാപം മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഫോണിൽ കിടക്കുന്ന ഫോൺ കോളോ ഇതുകൊണ്ടോ ആരും കണ്ടില്ലെങ്കിൽ പിന്നെ ആര് കാണുന്നു? കർത്താവ് കാണുന്നുണ്ട്. കർത്താവിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോൺ കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. പരിശോധിക്കാൻ പറയണം, എടുത്തിടണം. കർത്താവ് പരിശോധിക്കും. നീ ഒരാളാ സാത്താനോട് പറഞ്ഞു. സാത്താനോട് ചോദിച്ചു, നീ അതിലേക്ക് ചുറ്റി കറങ്ങി ലോകം മൊത്തം ഞാൻ കറങ്ങി വരിക. നിന്റെ മക്കൾ അവരങ്ങനെ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ കർത്താവ് വേറെ കൊണ്ട് ആരെയും നോക്കിയിട്ടില്ല. ഉഷുചേർന്നത്തിൽ ഒരുത്തനുണ്ട് ജോബിന് പറഞ്ഞ്, എന്റെ മകനെ നീ കണ്ടോ? പിശാചിന് മുമ്പ് ഒരേ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവ കോപം പൊക്കിയ, എന്റെ മകനെ നീ കണ്ടോ? എന്റെ മകനെ നീ കണ്ടോ? എന്റെ മകനെ നീ കണ്ടോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പേര് ഇങ്ങനെയാ. കർത്താവ് പറയും, അവനെ നീ കണ്ടോ? പിശാച് പോകും. വ്യക്തമായിട്ട് പറയാമോ? അന്നേരം പറയാമോ?
അവന് വെറുതെയല്ല നീ വേലി കെട്ടി വെച്ചിരിക്കുന്നത്. യോബ് 1:10. പ്രിയപ്പെട്ടവരെ, അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുക. വേലി പൊളിച്ചു തരാ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അവനെ തള്ളി പറയുമെന്ന് പറഞ്ഞു പിതാവ്. പ്രിയപ്പെട്ടവരെ, ഇതാ സകല വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ചോദിക്കാൻ തക്കവിധ നമ്മുടെ ഓരോരുത്തരുടെ പേര് കർത്താവിന്റെ കയ്യിൽ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി പറയുന്നുണ്ടല്ലേ. യേശയ്യാ പ്രവാചകൻ പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേര് താവിടെ ഉള്ളം കയ്യിലുണ്ട്. നമ്മളൊക്കെ യേശയ്യാ 43 തുടങ്ങി. യേശയ്യാ 43:18. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. എന്താണ്? അറിയുന്നില്ല. അപ്പൊ പുതിയ കാര്യം നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട ഇന്ന് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയതെ കുറിച്ച് ചിന്തിക്കുക. പല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കർത്താവ് പറയുക. പഴയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പഴയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഈ പുതിയ ഇന്ന് നീ യേശുവിന്റെ മകനാണോ മകളാണോ? നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് നമ്മുടെ കൂടെ നടക്കും. നമ്മളുടെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പിശാചിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സഭയെ അനുസരിക്കുന്നു. സഭ പറയുന്നത് നമ്മൾ കേൾക്കും. അച്ഛൻ പറയുന്നത് നമ്മൾ കേൾക്കാം. വേറെ ആരും പിശാചപരവും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം. നമ്മൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കീഴ്പ്പെടുന്നറിഞ്ഞോ? ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. എനിക്ക് എഴുതാനും വായിക്കാനായിരുന്നു, എനിക്ക് വാങ്ങണം വായിക്കാനായിരുന്നു. പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും. ഈശോ കൂടെ ഉണ്ട്. ഏത് സ്ഥലം എവിടെ ഇറങ്ങണം, എന്ത് സ്ഥലത്തിൽ വരുന്നു, വണ്ടി എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നും അറിയത്തില്ല. പക്ഷെ കർത്താവ് അവിടെ ഇറക്കും. പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഞാൻ യേശുവിനെ കണ്ടു. യേശുവിന് വേണ്ടി പോകാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഇടവക വികാരി അച്ഛനെ പോയി പറഞ്ഞു, അച്ഛാ എന്നെ യാനസ്ഥാനപ്പെടുത്തണം, ഞാൻ ദൈവത്തിന്റെ മകനായി മാറണം, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, എന്റെ അപ്പനെ കണ്ടത് ഈ കുർബാനയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി പറയുക. എന്നാൽ അച്ഛൻ പറഞ്ഞു, മോനെ ഇതൊക്കെ നല്ല കാര്യമാണ്, കുറെ പഠിക്കണം, 10 പ്രമാണങ്ങൾ പഠിക്കണം, സഭയുടെ കൽപ്പനകൾ പഠിക്കണം, ഭൂതാശകൾ എന്തെന്ന് അറിയണം, ഇതൊക്കെ ബുക്ക് കൊണ്ട് പോകണേ, ഇതൊക്കെ പഠിക്കണം. അച്ഛാ എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, പഠിക്കണം, എൻ്റെ ഭാര്യക്ക് മക്കളൊക്കെ പഠിക്കാൻ അറിയാവുള്ളൂ, അവരെന്നെ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അതിന് ശേഷമാണ് ഈ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞ ഒരു സംഭവം ഇതാണ്. ഒരു ദർശനത്തെ ഞാൻ കാണുകയാണ്, മോനെ നീ ഐസക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, സച്ചിയോടെ പറഞ്ഞ ഹല്ലേലൂയ. വൈദികരുടെ രാജ്ഞിയാണ് പരിശുദ്ധമ്മ. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മ ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെവ്വമാല ചൊല്ലി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, അച്ഛൻ പറഞ്ഞു പഠിക്കണം പഠിക്കണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ മകനാണെങ്കിൽ എന്നെ നീ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഐസക് അച്ഛൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണം. എനിക്ക് ഐസക് ദേഷ്യപ്പെടാമെന്ന് പറഞ്ഞു. നീ ഇടപെടണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ എനിക്കിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. 2012 ഞാൻ യേശുവിനെ കണ്ട് 2012 ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റോമർ 12:1 എന്താണ്? നിങ്ങളുടെ ശരീരം സഭീത ബലിയായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, അതായിരിക്കും യഥാർത്ഥ ആരാധന. ഞാൻ നിങ്ങളെ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ അച്ഛൻ്റെ പണി നീ ഇടപെടണം. അച്ഛനെ ഇറങ്ങി വന്ന ഉടനെ തന്നെ പറഞ്ഞു, മോനെ നീ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനന് മുദ്രകൂട്ടപ്പെട്ട ഒരാളാണ്. ആരാണ്? ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനി എന്നെ നോക്കിയിട്ട് പറഞ്ഞ്, ഇവന് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യയും പള്ളിക്ക് പോയിട്ട് വരുമ്പോൾ യേശുവിനെ കണ്ട് യേശുവിൻ്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ നേരിട്ട് പറഞ്ഞതാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ട് ഇയാളെ കൊണ്ടുപോയി ഏതെങ്കിലും മെൻ്റൽ ആസ്പത്രിയിൽ കാണിക്കണം, ഇയാൾ ഭ്രാന്തണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുക. വിഷമം ഉണ്ടായിരുന്നു. ഒരു ഹൈന്ദവ യേശുവിനെ കണ്ടു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ പറയുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ട അതൊന്നും ചോദിച്ചില്ല, എനിക്ക് യേശുമായിട്ട് ഒരു ബന്ധം. പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ യാമസ്ഥാനം നിങ്ങളുടെ വിവാഹം ഒരുമിച്ച് നടത്തിയാക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അച്ഛൻ മരത്തിലെ ട്രിപ്പ് കുത്തിട്ടിരിക്കുക, കുർബാനയില്ല പള്ളിയിൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ വീട്ടിലെ നാട്ടിൽ നിന്നൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട്. കാരണം നെക്കത്തോമസോടെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, രാത്രി
രാത്രി പോയി യേശുവിനെ കാണാൻ പ്രിയ പഠനമുള്ളവരാണ്. യഹൂദ പെരുമാനിയുടെ വലിയ ഉയർന്ന ആളാ ഈ നിക്കോദമോസ്. അവൻ രാത്രി പോയി യേശുവിനെ കാണാൻ പോവുകയാണ്. അതുകൊണ്ടാണ് രാത്രി പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അവിടെ പറയാണ്, നീ ഒന്നുകൂടെ ജനിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എനിക്ക് ജനിക്കണം. പ്രിയപ്പെട്ടവരെ, അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആരെയും നോക്കിയില്ല. വീടിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്നു ആ രൂപത്തിന്റെ മുകളിൽ മുട്ടുകുത്തി പറഞ്ഞു, ഈശോയെ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഐസക് അച്ഛനെ എന്നെ യാനസ്ഥാനപ്പെടുത്താൻ പറഞ്ഞു. വേറെ അച്ഛന്മാർ വേണ്ട. എന്നെ ഇത്രമാത്രം ഈ ധ്യാനം കൂടെ പോകണം. ഇത്രയൊക്കെ കൊണ്ടുവന്നത് ഐസക് അച്ഛനാണെങ്കിലും എന്റെ ഇടവക മുഖാരി തന്നെ വരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം തരും. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. കണ്ണിനോടെ മണ്ണിനോടെയല്ല ചോദിക്കുന്നത്. ജീവിക്കുന്ന ദൈവം എന്റെ കൂടെ നടക്കുന്ന ദൈവത്തോടെയാണ് ചോദിക്കുന്നത്. ഉടനെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് കപ്പയാർ ചേട്ടൻ വേവിച്ച് വിളിച്ച്, രാജു പെട്ടെന്ന് ഇറങ്ങി വരിക, അച്ഛന് നിങ്ങളുടെ യാനസ്ഥാന കാര്യം മറന്നുപോയി, ഹോസ്പിറ്റലാണ്, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ട്രിപ്പ് പൂട്ടിയിട്ടിട്ടാണ് അച്ഛൻ പറഞ്ഞത്. ഈ സാധാരണ ഇങ്ങനെ വിടത്തില്ല, അവർ നേഴ്സുമാരൊക്കെ പറഞ്ഞ് അച്ഛൻ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്, സാറിവിടെ ഞാൻ ഒരു യാനസ്ഥാനം പറഞ്ഞതാണ്, അവർ വന്ന് ഒരുങ്ങി നിൽക്കും, അപ്പം പെട്ടെന്ന് എനിക്ക് ഇതൊന്ന് കൂട്ടിത്തരാം, ഒരു ടീക്കനെ കൂട്ടിയിട്ട് വന്ന് എല്ലാം ഒരു ബ്രദർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദേവാലയത്തിൽ വന്നപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു, മോനെ എൻ്റെ കുർബാനയില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ കാര്യം നടത്തിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിൽ, സാരമില്ല അച്ഛാ, ഈശോനെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചെന്ന അച്ഛനും വയ്യല്ലോ, ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അൾത്താരയിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം പള്ളിക്കകത്ത് കടന്നു വന്നു. ഏതാണ്ട് 10-30 പേര് കണ്ട് കപ്പ്യാർ ചേട്ടൻ ഓടി വന്ന് അച്ഛനോട് ചോദിക്കാം, നിങ്ങൾ ഇപ്പൊ വേണമെങ്കിലും കപ്പ്യാർ ചേട്ടൻ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഓടി വന്നിട്ട് ചോദിക്കാണ്, അച്ഛാ, ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എനിക്കറിയത്തില്ല, ഇത് ദൈവത്തിന്റെ ഇടപെടാന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് സക്കറാരിയെ തുറന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഈശോനെ തന്ന് സ്വീകരിക്കാം. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് അടയ്ക്കപ്പെട്ടപ്പോൾ, പട്ടിണി കിടന്നപ്പോൾ അബ്കൂക്ക് പ്രവാചകനെ കർത്താവ് ഈ ഇറച്ചിയും ഈ അപ്പവും കൊണ്ടുപോയി നീ ദാനിയേലിന് കൊടുക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക്, പ്രിയപ്പെട്ടവരെ, ഒന്നിനും കുറവില്ല, നീ ആഗ്രഹിക്കുന്നത് സാധിച്ചു തരും. സാധാരണ കുർബാന ചൊല്ലിട്ട് കുർബാന കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ രോഗിയുടെ ഗണം തരാനായിട്ട് അച്ഛൻ എടുത്തിട്ട് വരും. പക്ഷേ ഇത് പറയാണ്, ഈ ദൈവത്തിന്റെ ഇടപെടല, എനിക്കറിയത്തില്ല, എന്റെ രോഗം ശമിക്കപ്പെട്ടെന്ന് പറഞ്ഞ് 2 പേർക്കും വിശുദ്ധ കുർബാന തന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതാ. ഇതുവരായിട്ട് കർത്താവിന്റെ കുർബാനയുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ശുശ്രൂഷ കിട്ടുന്നത്. തെന്നത്തൂർ, മൂവാറ്റുപള്ളിക്ക് അടുത്ത്, നിങ്ങൾക്കറിയാമോ തെന്നത്തൂർ? അറിയാവോ? തെന്നത്തൂർ പള്ളിയിലെ അവിടെ സഭാസൻ പണ്ണാറക്കുന്ന അച്ഛൻ ഇഞ്ചൂരി ഇടവകയിൽ ഉണ്ടായിരുന്നു, മുണ്ടമുടി ഇടവകയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ചീനിക്കുഴി ഇടവകയില. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. കോതമ്പുള്ള അച്ഛ. അപ്പൊ ഞാൻ ഈ അച്ഛന്റെ ഇടവകയിലെ ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് തെന്നത്തൂർ, എവിടെയാണ് അറിയത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ്, മോനെ, ആദ്യ വെള്ളിയാഴ്ച പെണ്ണുങ്ങളുടെ കാര്യം ഒരു ടോമി എന്ന് പറഞ്ഞ ബ്രദർ നമ്മളിവിടെ ഈ കോതമംഗലം രൂപത്തിലുള്ളതാണ്, ടോമി നിലവക്കം. അപ്പൊ അദ്ദേഹമാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിടുന്നത്. അപ്പൊ ഞാനും ഒരു ദിവസം ഇവിടെ സാലമിട്ടി ഇവിടെ ശ്രുതിക്ക് വേണ്ടി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു ദിവസം വചനം പറയാം. അത് ഇന്ന് ഒരുക്കി തന്നതാ ദൈവം. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. ഈ സൈഡിലുണ്ട് സാലം ടിവിയിലെ വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് നിന്നതാ. വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോ 2015-14 ആ കാലഘട്ടത്തിലേ അവിടെ വന്നിട്ടുള്ളൂ. ഇന്ന് ദൈവം ഒരേ കാലങ്ങളിൽ പ്രതർക്കകാരിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. കൊറോണ വന്ന്, ഒരുപാട് രോഗങ്ങൾ വന്ന്, നമ്മളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ദൈവം നമ്മളെ ജീവിക്കാൻ വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പോകാൻ വേണ്ടിയാ. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി അവസാനിച്ചിട്ടില്ല, ഇനിയും കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറയണം, യേശുവിനെ നമ്മൾ കൊടുക്കണം, ഹൈന്ദവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് ശുശ്രൂഷ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നത്. പേടിയാണോ എന്ത് പറയുന്ന അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. അപ്പൊ അവിടെ നിന്ന് വന്ന് ചെവളച്ചോടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഇടുക്കിച്ചിരുന്ന് ഇങ്ങനെ വന്നാൽ നേരെ ഈ പള്ളിയുടെ അവിടെ വന്നാ വരുന്നേ വണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പൊ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി.
രൂപത്തിന്റെ മുമ്പിൽ വെച്ച് പൈപ്പിന്റെ താഴെ വെച്ചിട്ട് കർത്താവേ, ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ കിട്ടിയാണ്. ആദ്യ വെള്ളിയാഴ്ച ഒറ്റയ്ക്ക് പോവുകയാണ്. ധ്യാനത്തിലേക്ക് ക്ലാസ് എടുത്തിട്ടുള്ളൂ, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് ഞാൻ വരത്തുള്ളൂ, അച്ഛൻ്റെ കൈവെപ്പും മേടിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം പൈപ്പിലെടുത്ത് വെച്ചു, എല്ലാം എടുത്തു വെച്ചു. പ്രിയപ്പെട്ടവരെ, എഴുതിയ വെച്ച് എഴുത്തെടുത്തില്ല. ടീച്ചറിനെ കൂടിപ്പോയി. നേരെ വന്നു, കുർബാന കഴിഞ്ഞ് കട്ടപ്പനയ്ക്ക് വണ്ടി വന്നു. കട്ടപ്പനയ്ക്ക് ബസ് കയറി. രാവിലെ 6:15 കുർബാന, 6:45 ആകുമ്പോൾ കുർബാന തീരുന്നു. ഒരു വണ്ടി വന്ന് കയറി വന്നു. കട്ടപ്പന ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ അഡ്രസ് ഇല്ല, പോകാനുള്ള അഡ്രസ്സ് കയ്യിലില്ല. എനിക്ക് ഭയങ്കര സങ്കടം, നിങ്ങളോട് പറയാം. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ കിട്ടിയതാണ്. എൻ്റെ പാൻറ്റിന് ഇങ്ങനെ ജവമാല ഇട്ടിട്ടുണ്ട് ഈ പോക്കറ്റിൽ. അപ്പം ഇങ്ങനെ ജവമാല കുറിച്ച് നന്മനറിഞ്ഞ മറിമേ എന്താണ് രഹസ്യം, എന്താണ് ഒന്നും അറിയിച്ചില്ല. വെറും നന്മനറിഞ്ഞ മറിമായിട്ട് ബന്ധപ്പെട്ടില്ല. സ്വർഗസ്വനായ പിതാവൊക്കെ എവിടെ പോയിരുന്നപ്പോൾ അറിയിച്ചില്ല. അപ്പം നന്മനറിഞ്ഞ മറിയമേ, നന്മനറിഞ്ഞ മറിയമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒന്നും ചൊല്ലാൻ തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, കരയുക. ബസ് സ്റ്റാൻഡിലുണ്ട്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. 3 മണിക്കാ ശുശ്രൂഷ. രാവിലെ വന്നതാ, 12 മണി സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അഡ്രസ് ഇല്ല, അഡ്രസ് ഇല്ലാതെ വന്ന് നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 12 മണി സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ഇത്രയും വലിയ ആളല്ലേ, ഇയാളെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറ്റാറില്ല. അപ്പൊ ഞാൻ ഈ തുമാല എടുക്കും, അവനെ പൊത്തിപ്പിടിക്കും. ആരും കാണണ്ടല്ലോ, ഇങ്ങനെ പറ്റി ഒരാൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട എന്നെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണു തുടയ്ക്കുമ്പോൾ, ഇങ്ങനെ അടയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് പരിശുദ്ധമ്മ വന്നിരിക്കുന്നു. ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, പരിശുദ്ധമ്മ. ഈശോണ്ട്, ഉണ്ണീശോണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടെ കണ്ണടച്ചു. അപ്പൊ പരിശുദ്ധമ്മ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, എടാ നീ എന്തിനാ കരയുന്നത്? നീ കരയണ്ട, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി, മിണ്ടാതിരിക്കാൻ പറയും. ആൾക്കാരൊക്കെ നോക്കുന്നത് എനിക്കറിയാം. അമ്മ പഠിപ്പിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. ഇത് നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ട നിങ്ങൾ വിശ്വസിച്ചാലും ഇത് ഞാൻ പറയണം. ഇത് ഞാൻ പറയാതെ പോയി എൻ്റെ സുവിശേഷ വർത്തം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ പരിശുദ്ധമ്മൻ്റെ കൂടെ ഇനി ഒന്നും കുഴപ്പമില്ല. അപ്പോൾ പറയുകയാണ്, നീ മിണ്ടാതിരിക്കാൻ പറയും. ഞാൻ കുറച്ചുകൂടെ സന്തോഷമായി. എന്താണ് ദൈവം പരിശുദ്ധമ്മ കൂടെ, യേശുവും. അതുകൊണ്ട് കുഴപ്പമില്ല. പ്രിയപ്പെട്ടവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നെ സ്വർഗസ്വനായ പിതാവ് ഇതെല്ലാം വന്നു. അവസാനം നന്മനറിഞ്ഞ മറിയം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബസ് അതിലേക്ക് കടന്നു വരും. എന്നോട് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. പറഞ്ഞ ഹല്ലേലൂയ, ഇനി ഞാൻ യാത്ര ചെയ്യുന്ന അങ്ങനെയാണ്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ കൊണ്ട് ഞാൻ പറയാം. പ്രിയ പ്രാർത്ഥിച്ചില്ലാത്ത കൂട്ടായ്മ ഞാൻ പറയും. പക്ഷേ ഇങ്ങനെ ഈ വണ്ടിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. ഞാൻ ടിക്കറ്റ് എടുക്കണം. സ്ഥലം പേര് എവിടെയാണ്, തെന്നത്തൂർ എവിടെയാണ് അറിയുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഇയാൾ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ ഫോണുമുണ്ട് വീട്ടിലേക്ക്. പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അപ്പോൾ ഫോണ് വിളിച്ച് ഇയാളുടെ കയ്യിൽ കൊടുത്തു, ഈ കണ്ടക്ടറിൻ്റെ കയ്യിൽ കൊടുത്ത്. ഇയാളുമായിട്ട് എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. അപ്പോഴാണ് പറയുന്നത് അഡ്രസ്സ് മറന്നു വെച്ചിട്ട് വന്നു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോഴാണ് ബൈബിളിൻ്റെ അടിയിൽ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ തെന്നത്തൂർ. അപ്പോൾ ഇവർ നമ്മളെ സംസാരിച്ച് ടിക്കറ്റ് കൊടുത്ത് ആ റൂട്ടിലാണ് ബസ് പോകുന്നത്. കുഴപ്പമില്ല, ടിക്കറ്റ് തന്നു, ഫോണ് കട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ബ്രദർ വിളിച്ചു, മോനെ നീ എവിടെയായി? ബ്രദർ ഞാൻ അഡ്രസ്സ് കളഞ്ഞു, എല്ലാം പോയി, എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്, അങ്ങോട്ട് പോകും, നീ ഇറങ്ങുമോ ഇല്ലെന്ന് ദൈവത്തിനറിയാം എന്ന് പറയും. പുള്ളി ചൂടായി. നിന്നെയൊക്കെ എഴുതി പറയും, ശുശ്രൂഷ വിട്ടാൽ എങ്ങനെയാണോ ചെയ്യുന്നത് പറയും. പിന്നെ എനിക്ക് കറച്ചിൽ വന്നു. എൻ്റെ സീറ്റിൽ ദൈവം സഹായിച്ച് എൻ്റെ സീറ്റിൽ ഒരാളും വന്ന് ഇരുന്നിട്ടില്ല. ഞാനും പരിശുദ്ധ അമ്മ യേശു മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഞാൻ സാരമുള്ള ബ്രദറെ, എന്താണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. ഈ വാക്ക് മാത്രമേ എനിക്ക് പറയാം. ഇനി ദൈവം കൂടെയുണ്ട്, എന്തായാലും ഞാൻ പോകും, ബ്രദർ വിഷമിക്കേണ്ടെന്ന് പറയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ടൗണിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. സ്ഥലം ഏതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ചേട്ടാ ഞാൻ വരുന്ന സ്ഥലം പറയണം. അപ്പൊ ഇയാൾ പറഞ്ഞ് കുറെ നേരം പറയാന്ന് പറഞ്ഞു. പിന്നെ ദേഷ്യപ്പെട്ടു. എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത് ഞാൻ മിണ്ടാതില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ പറയാം, എൻ്റെ സീറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പറയുന്നത് നീ അയാളോട് ചോദിക്കണ്ട. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ബ്രദർ വീണ്ടും വിളിച്ച്, നീ എവിടെ എത്തിന് അറിയാവോ? അറിയത്തില്ല ബ്രദർ. എന്നാൽ കൂടെ സാക്ഷി ബ്രദർ വിളിച്ച്, ബ്രദർ എവിടെ എത്തിന് അറിയാവോ? അറിയത്തില്ല, എന്നാലും വരും, ആയിട്ടില്ല, വരുമ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ ബ്രദറിനെ വിളിക്കാം. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. കോഡ് വായിക്കാൻ അറിയത്തില്ല, അടുത്ത ആരുമില്ല, കണ്ടക്ടർ പുറകിലേക്ക് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു. എവിടെ പോയി ചോദിക്കണം അറിയത്തില്ല. പക്ഷെ കർത്താവ് ഉണ്ട്. പറഞ്ഞുകൊണ്ട് ഈ ബ്രദർ വിളിക്കുക,
ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞോളൂ, ബ്രദർ, പരിശുദ്ധ അമ്മയും ഈശോ എന്റെ കൂടെ ഉണ്ട്. ബ്രദർ ഇതിനെ കുറിച്ച് ആവളപ്പെടേണ്ട, എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ഈ സ്ഥലത്തിലേക്ക് വന്നപ്പോൾ, തെന്നച്ചൂറിന് വന്ന സ്റ്റോപ്പ് വന്നപ്പോൾ ഇങ്ങനെ പറയാൻ എന്ത് ചിന്തിക്കാം. ദൈവം കൂടെ എഴുതാൻ വായിക്കാൻ എനിക്കൊരു കുറവായിരുന്നു. എഴുതാൻ വായിക്കാൻ അറിഞ്ഞുകൂടാ. ഈ കുറവാണ്, സുവിശേഷം പറയാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, ഇതിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് എഴുന്നേറ്റിനുള്ള ആ സ്ഥലത്തിലേക്ക് ഇറങ്ങി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഓട്ടം വിളിച്ചു. നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ആ സെൻസർ ഇറങ്ങിയിട്ട് ഇച്ചിരി ഉള്ളിലേക്ക് പോകണം. ഈ പള്ളി, അവിടെ 2 പള്ളിയുണ്ട്. ഇവിടെ പെട്ടെന്ന് ഓട്ടം വിളിച്ച് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോകാൻ. അപ്പം 2 പള്ളിയുണ്ട്, ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. അങ്ങനെ ഉണ്ടോ? പള്ളിയുണ്ടോ? 2 പള്ളിയുണ്ടോ? അപ്പോൾ ഓട്ടക്കാരൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ടോ, ഏത് പള്ളിയിലാണ് പോകേണ്ടത്? അപ്പം ഞാനിപ്പം പറയാമെന്ന് പറഞ്ഞു. ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മാതാവ്, മൂർത്ത് മാതാവ് പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ പള്ളിക്കാണോ പോകേണ്ടത്, ഇങ്ങോട്ടുള്ള പള്ളിയിലാണോ പോകേണ്ടത്, ഇങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അങ്ങനെ പോയി പള്ളിയിൽ ഇറങ്ങി മാതാവിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെയാണ് എനിക്ക് സുവിശേഷം പറയേണ്ടത്. ഒന്നും നോക്കിയില്ല, അവിടെ പോയി അച്ഛനെ ബെല്ലടിച്ചു. അച്ഛൻ വന്നു. ആരാണ് പേര്? അപ്പം ഞാൻ പറഞ്ഞു, ബ്രദർ രാജു. തമിഴ് ബ്രദർ വരാൻ പറഞ്ഞ് അങ്ങനെ അച്ഛനെ ആ ശുശ്രൂഷയുടെ പരിശുദ്ധമ്മ വലിയ ഒരു അഭിഷേകം തന്നു. എന്നെ ആ ശുശ്രൂഷ നയിക്കാം. അവിടെ വലിയ ഒരു വിടുതൽ വചനങ്ങൾ കൊടുത്ത് വലിയ ഒരു അഭിഷേകം ചെയ്തുകൊണ്ട് ശുശ്രൂഷ. അതോടുകൂടിയാണ് അച്ഛൻ ഞങ്ങളുടെ ടീമിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് അച്ഛനെ ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ ഞങ്ങളുടെ ടീമിലേക്ക് ഈ അച്ഛൻ വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ടീമിലുണ്ട് അച്ഛൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, അച്ഛനോട് പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവം കൊണ്ടുപോകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് സാധിച്ചു തരും. ഈ കോട്ടയം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സ്ഥലത്തിലേക്ക് സാലമോൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്. അതായത് ആ സ്ഥലത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറത്താണ്. ഇവിടെ അങ്ങനെ നിങ്ങൾ ആ സ്ഥലം കേട്ടിട്ടുണ്ടോ? സ്ഥലത്തിൻ്റെ പേര് സിംഗമണം. അങ്ങനെ ഒരു സ്ഥലം. അവിടെ ഒരു സാളം പള്ളി, അതായത് യാക്കോക്കാരുടെ പള്ളിയാണ്. എനിക്കറിയത്തില്ല. ഒരു ദിവസം ആ പള്ളിയുടെ ഫ്രണ്ടിൽ വണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പള്ളിയിൽ ഒരു ദിവസം എനിക്ക് സുവിശേഷം പറയും. ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല. കത്തോലിക്ക പള്ളിയാണോ, പെന്തക്കോസ്ത പള്ളിയാണോ, ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല. ഇത് ഒരു സുവിശേഷം പറയണം. പ്രിയപ്പെട്ടവർ, ഒരു ദിവസം അവിടെ സുവിശേഷം പറയാം. കത്തീഡ്രൽ പള്ളിയിൽ, കോതമംഗലം കത്തീഡ്രൽ പള്ളിയിലെ കർത്താവ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കത്തീഡ്രൽ പള്ളിയിൽ സുവിശേഷം പറയാം. പ്രിയപ്പെട്ടവരെ, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി, ചങ്ങനാശ്ശേരി പാറപ്പള്ളി, വേളാങ്കണ്ണി പരിശുദ്ധ അമ്മയെ സുവിശേഷം പറയാൻ പോകണം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചു, നീ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ടോ? മാതാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ? വേളാങ്കണ്ണിക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ ടീമിലുള്ള അച്ഛൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ കൊണ്ട് അവിടെ സുവിശേഷം പറയാതെ അല്ലാതെ ഞാൻ പോകത്തില്ല. ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം പെന്തക്കോസ്താണ്ട് അന്ന് 3 ദിവസം തമിഴിലെ ധ്യാനം നടത്താൻ കർത്താവ് എന്നെ അവിടെ കൊണ്ടുപോയി. പറഞ്ഞ ഹല്ലേലൂയ, സത്യത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. ദൈവത്തിന്റെ വചനമായിട്ട് ഞാൻ പോകും. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളോട് പറയുകയാണ്, കർത്താവ് ഇങ്ങനെ കൊണ്ടുപോകും. ചുമ്മാ പറയുന്ന തമാശ പറയുന്നതാ, അത് കർത്താവ് കാര്യമായിട്ട് ഏറ്റെടുക്കും. പറഞ്ഞ ഹല്ലേലൂയ, സത്യത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഈ കൂട്ടായ്മയെ ഒത്തിരി അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ കാണാൻ പറ്റും. സഭയിൽപ്പെട്ട ചിലവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരാളെ കൊന്നു. ഒരുമ്പെട്ടു. അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആദ്യത്തെ മാർപ്പാപ്പ എവിടെ കൊണ്ട് അടച്ചു? കാരാഗ്രഹത്തിൽ അടച്ചു. ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് പറയാം, ഇന്ന് സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, സത്യത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടായ്മയിലുള്ള ഓരോരോ മക്കളും നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞ പത്രോസ് കാരാഗ്രഹത്തിന് സൂക്ഷിക്കപ്പെട്ടു. എന്താണ് പറഞ്ഞ്? സഭ അവർക്ക് വേണ്ടി ദൈവത്തോട് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ എന്ന് പറയുന്ന
പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കൂട്ടായ്മയാണ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആർക്കും കൂട്ടാൻ പറ്റത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഒരുത്തനും കൂട്ടാൻ പറ്റത്തില്ല, ഒരു കാരാഗ്രഹത്തിന് ഇടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പിശാചിനെ കൂട്ടാൻ പറ്റത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ചില സഹോദരന്മാരുണ്ടെന്ന് പറയുന്നത് കുറെ മറിയം കൂടെ നിന്ന് അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പെന്തക്കോസുകാരനൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പറഞ്ഞ ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞ് അയാൾ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഇനിമേൽ കേൾക്കുമല്ലോ, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രാർത്ഥനക്കാരനൊക്കെ കേട്ടിയാൽ കേട്ടോ. മനസ്സിലായോ? കത്തോലിക്ക സഭയുടെ പരിശുദ്ധാത്മാവില്ലല്ലോ, ബുദ്ധിരോഗികളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കേട്ടിയാക്കരുത്. പ്രാർത്ഥനക്കാരനെന്ന് പറഞ്ഞു വന്ന് ഒരു കല്ലപ്രവാദന്മാർ വരും. പരിശുദ്ധാത്മാവല്ലെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? വായിച്ചോ. അവിടെ വളരെ പേര് സംഭവിച്ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നോക്കി സന്തോഷമായി പത്രോസ് വാതിൽക്ക് ചില ആൾക്കാർ സംശയിച്ചു കൊണ്ടിരിക്കാം. ആ പുള്ളി വാതിൽക്ക് നിൽക്കുന്നുള്ളൂ, ജയിലിനെ കൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, പുള്ളി വാതിൽക്ക് നിൽക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇങ്ങനൊക്കെ പറയും. യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയും ഇയാൾക്ക് ഭ്രാന്ത. യേശു നമ്മുടെ കൂടെ നടക്കുവാന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്ത. ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതിനെ കുറച്ച് സാധാ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ആർക്കും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ പ്രവർത്തനങ്ങൾ നമ്മളെ 14 വായിക്കുമ്പോൾ എങ്ങനെയാ? അവിടെ അവരുടെ കൂട്ടായ്മ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ പ്രവർത്തനം 16 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ ഒരു പെൺകുട്ടി ഇവരുടെ പുറകെ നടന്ന് കുറെ കാര്യങ്ങൾ ഭാവി പറഞ്ഞു നോക്കുന്നവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇവർ ദൈവത്തിന്റെ ദൂതന്മാരാണ്, ഇവർ രക്ഷയുടെ വചനം പ്രസംഗിച്ചുകൊണ്ട് വരുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് അത് ബന്ധിച്ചപ്പോഴാണ് ആ ദുരാത്മാ പോയപ്പോൾ ഇവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെയാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഇവർ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:42 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവർ അപ്പം മുറുക്കിയ ശുശ്രൂഷയും കൂട്ടായ്മയിലെ സകല താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പ്രിയപ്പെട്ടവർ, ഈ കൂട്ടായ്മ യേശുവിന്റെ കൂട്ടായ്മ. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചാടി